നമസ്കാരം. ഇന്ത്യ മുന്നണിക്കെതിരെയാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020 പാർട്ടി മത്സരിക്കുന്നതെന്ന് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ്. പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കൺവെൻഷൻ കോലഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പകരം കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അയ്യപ്പസ്വാമി തന്നെ ഇപ്പോൾ സുരക്ഷിതനല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ. അഴിമതി നടത്താതെ ഭരണം നടത്തുന്ന 2020 പഞ്ചായത്തുകളിൽ 80 തവണയാണ് പിണറായിയുടെ വിജിലൻസ് കയറിയിറങ്ങിയത്. അഴിമതിയില്ലാതെ ഭരിച്ചാൽ ഓരോ പഞ്ചായത്തിലും ഒരു വർഷം 2 മുതൽ 3 കോടി രൂപ വരെ മിച്ചം വരും. കിഴക്കമ്പലത്ത് 10 വർഷവും മറ്റു പഞ്ചായത്തുകളിൽ 5 വർഷവും ഭരിച്ചു കഴിഞ്ഞപ്പോൾ 50 കോടി രൂപ പഞ്ചായത്തുകളിൽ മിച്ചം വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 9 ജില്ലകളിലായി 60 പഞ്ചായത്തിലും 3 മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും മത്സരിക്കും. 1600 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും. കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെയും മുഴുവൻ സീറ്റിലും 2020 വിജയിക്കും. അധികാരത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലും 24 മണിക്കൂറിലും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കും. സഞ്ചരിക്കുന്ന ആശുപത്രിയും തുടങ്ങും. പൂട്ടിക്കിടക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഡിസംബർ 20 തുറക്കും. ആരോഗ്യ സുരക്ഷാ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന 2020യെ പരാജയപ്പെടുത്താൻ ഇടതു വലത് മുന്നണികളിലെ 22 പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി പ്രചരിപ്പിക്കുന്ന ഏത് രാഷ്ട്രീയങ്ങളെയും നേരിടാൻ പാർട്ടി തയ്യാറാണെന്ന് സാബു ജേക്കബ് പറഞ്ഞു. കൺവെൻഷനിൽ സംസ്ഥാന നേതാക്കളായ PY അബ്രഹാം, V ഗോപകുമാർ, ജോർജ് പോൾ, ചാർലി പോൾ, GB എബ്രഹാം, ജിൻഡോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.